ഹായ് ഗൈസ്, എല്ലാവർക്കും യാമീസ് പെട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഒമാനിലെ ആദ്യം നല്ല സൂപ്പറായ സ്ഥലമാണ്. ആക്റ്റീവ് ഒമാൻ എന്നാണ് ശരിക്കത്തെ പേര്. പക്ഷേ ഞാനും വാപ്പിയും യുസ്രയും പിന്നെ ഉമ്മിയും വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോഴത്തേക്ക് ഇവിടെ റൂൾസൊക്കെ ഉണ്ട്. ഇവിടെ ക്രോക്സ് പറ്റില്ല, ഷൂ മാത്രമേ പറ്റൂ. ബൈക്ക് ഓടിക്കണമെങ്കിൽ, കാർ ഓടിക്കണമെങ്കിൽ, സൈക്കിൾ ഓടിക്കണമെങ്കിൽ ഷൂ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഒരാളിവിടെ നിൽക്കുന്നുണ്ട്, എക്സിറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയാൽ ഇതാണെങ്കിൽ നമുക്കെല്ലാം കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഫുഡ് കഴിക്കാം, ലഞ്ച് കഴിക്കാം, മേളിൽ പോയിട്ട് ബൈക്ക് ഓടിക്കുന്നത് കാണാം. നമ്മളിപ്പം മേളിൽ പോയിട്ട് കാണിച്ചു തരാം. ദുബായിൽ മാത്രമല്ല ഗൈസ് നമുക്ക് ഈ റേസിംഗ് കാറൊക്കെ ഉള്ള, ഒമാനിലും ഉണ്ട് ഇവിടെ കളിക്കാനും. ഇത് കണ്ടോ ബൈക്കേഴ്സൊക്കെ നിൽക്കണം. ഇവിടെ ഹെൽമെറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മേളിൽ പോയിട്ട് എല്ലാം കാണാം, ബൈക്ക് ഓടിക്കുന്നത് കാണാം. പിന്നെ അതെ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഒരു ബൈക്കേഴ്സ് പോകുന്നുണ്ടോ, നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ മേളിൽ കയറിയിരുന്നു, നല്ല ബൈക്കൊക്കെ പോകുന്നുണ്ട്. ചെറിയ പിള്ളേർക്ക് ഓടിക്കാറ്റും, വലിയ പിള്ളേർക്ക് ഓടിക്കാറ്റും, നമ്മുടെ വാപ്പിക്ക് ഓടിക്കാറ്റും. പിന്നെ വേറെ സ്ഥലമുണ്ട്, ആ ഒരു ഷോപ്പ് കണ്ടോ, ആ ഷോപ്പിൽ നമുക്ക് പോയി നോക്കാം. എന്ത് സ്പീഡിലാണ് ഓടിക്കുന്നതല്ലേ. ഒരു കുട്ടി റെസ്റ്റ് അടിച്ചിരുന്നു. ഒരു ദിവസം ഞാനും പോകുന്നുണ്ട്, നല്ല സ്പീഡാണ് ഇത്. വലിയൊരുക്കും എൻ്റെ ഇക്കാക്ക വരും, അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേ പറഞ്ഞിരുന്നു. ഞാൻ ചാനൽ തുടങ്ങുക. അപ്പം ഒന്ന് കണ്ടു നോക്കുന്നത് എന്ത് ഫാസ്റ്റിലല്ല ഓടിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞങ്ങളപ്പം റുസൈൽ പാർക്കിൽ പോകുമ്പോൾ വഴി തെറ്റിപ്പോയി. അപ്പോൾ വാപ്പി പറഞ്ഞ് നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന്. അപ്പോഴത്തേക്ക് പക്ഷേ ഞാൻ ക്രോക്സ് എല്ലാം ഇട്ട്, എനിക്ക് ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഷൂ ഇട്ടിട്ടൊക്കെ അപ്പോഴത്തേക്ക് ഓടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഞാൻ ഇറങ്ങിപ്പോയിട്ട് എല്ലാം ഒന്ന് കാണുക. നല്ല ശബ്ദം ഇവിടെ, മറ്റേ ഡ്രിഫ്റ്റ് അടിക്കും. പിന്നെ നല്ല സ്പീഡല്ലേ ഇവിടെ. അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഷൂ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ റൂൾസ് അത് കേൾക്കണം. എല്ലാവരും ഇറങ്ങിപ്പോകണം, എന്നിട്ടത് കാണാനും പറ്റും. എന്നാലേ ഈ ഒരു കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റും നമ്മളുടെ വലിയവരുടെ കൂടെ. എന്നിട്ട് ഒരു 2 സീറ്റ് ഉണ്ടാവും. അതിൽ കുട്ടികൾക്ക് ഇരുന്നിട്ട് ഓടിക്കാനും പറ്റും, വലിയവർക്ക് ഓടിക്കാനും പറ്റും. ഇപ്പം കണ്ട ഒരു കാർ പറപ്പിച്ച് പോയ ഞങ്ങളിപ്പം ഇറങ്ങി. അവിടെ നിന്ന് നല്ല സ്പീഡ് പോകുന്ന കാറുണ്ടോ, നല്ല പറപ്പിച്ച് വിടും. കണ്ട ഇവിടെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്, അതിൽ റെഡ് കാണിച്ചു കഴിഞ്ഞാൽ ഈ വര കണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് യെല്ലോ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി റെഡി ആയിക്കണം. ഗ്രീൻ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പോകണം. ഇപ്പോൾ നമ്മൾ വേറെ എവിടെ ഈ യെല്ലോ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കാറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ബാക്കിലല്ലേ ഇരിക്കണം, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ഓക്കെ ഗൈസ്, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം ഇവിടെയാണ് ടിക്കറ്റിൻ്റെ സ്ഥലം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാനൊക്കെ പറ്റും. കണ്ട, നിങ്ങളതിൽ ഫോളോ ചെയ്യണം. കണ്ട, എന്നിട്ട് ഇവിടെ റൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു കയറ്റും ഇതൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ പേപ്പർ കൊണ്ട് കണ്ട റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സോഫ ഉണ്ട് ഇരിക്കാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇറങ്ങി. പിന്നെ ഒരു ആക്റ്റീവ് ഒമാനിലെ കിഡിലൻ പ്ലേസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. കണ്ടോ, സറൗണ്ടിങ്സ് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഒമാനിലെ നല്ല സാധനം കാണിച്ചു തരാം. ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്, അതിലൊരു സാധനമൊക്കെ തൂക്കിയിട്ടിട്ടില്ലേ, അത് വായിച്ചിട്ട് ഒരു ആപ്പ് കാണും, അത് കാണിച്ചിട്ട് ഒന്ന് നോക്കി നോക്കണം. വന്നില്ലെങ്കിൽ അത് മേടിക്കണ്ട. ഇപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഗണ്ണൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, വോളിബോൾ ചെയ്യാൻ പറ്റുന്ന, ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന. കണ്ട, ആക്റ്റീവ് ഒമാനിൽ ഇതാണ് എക്സ്പീരിയൻസ് സ്ഥലം. ഇപ്പം നമുക്കത് ഇതൊക്കെ കണ്ട. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ പോവാണ്.
നമ്മളിപ്പോൾ ദേ ഇവിടെ ബൈക്കുണ്ട് എല്ലാം ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് 2 ബൈക്ക് വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പം ഞാൻ ഉള്ളിലോട്ട് കയറി, എൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു കാറ് കണ്ട്. ഇപ്പോൾ വാപ്പി ഇതേ ഫ്രണ്ടിൽ നടക്കുകയാണ്. ഞാൻ ഇപ്പം എന്താ 2 കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നടക്കുമ്പോൾ ഒരു ബൈക്ക് ഗണ്ണൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല വില കൂടിയ ഗണ്ണ് എല്ലാം ഉണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയതോ, പോലീസൊക്കെ യൂസ് ചെയ്യുന്ന സാധനം, നല്ല വലുതാണ്. ട്രൈ ചെയ്തപ്പം അത് കൊള്ളായിരുന്നു. പിന്നെ ഒരു സാധനമുണ്ട്, ഒരു കൊളുത്തില്ല നമ്മൾ ചൂണ്ടയിൽ തൂക്കുന്നത്, വലുതുണ്ടായിരുന്നു. അതൊരു ചെണ്ട കണ്ണ്, ഒരു കുത്തിയിട്ട് കാണുന്നില്ല, അതിലടിച്ച് കഴിഞ്ഞാൽ ഒരു ചെണ്ട പോലെ തോന്നുന്നു. അപ്പം എന്തേ ഇവിടെ കഫ ഉണ്ട് കഴിക്കാനായിട്ട് പറ്റിയ. പിന്നെ കണ്ട ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട്. വെത്തൂല കിടന്ന് ഓടുന്നു. പിന്നെ അങ്ങൊരു ടെസ്ല കണ്ടോ, അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് പോയി കാണാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ മറ്റേ ബൈക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഡ്രസ്സും ഹെൽമെറ്റും. പിന്നെ ഇവിടെ ബൈക്ക് മേടിക്കാൻ പറ്റും, സൈക്കിളൊക്കെ. പിന്നെ ഇവിടെ കാറും ഒക്കെ പറ്റും. പിന്നെ ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ട, ഇവിടെയാണ് ബൈക്കിൻ്റെ സെക്ഷൻ. വലിയവരുടെ ഉണ്ട്, ചെറിയവരുടെ ഉണ്ട്. ഇപ്പം നമ്മൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കാണാൻ പറ്റും, എല്ലാ സാധനവും കാണാൻ പറ്റുന്നില്ലേ. നമുക്കിവിടെ ഒരു ബൈക്കൊക്കെ, സ്കൂട്ടറും ബൈക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ ഒരാളൊക്കെ നിൽക്കുന്നുണ്ട്, സ്കൂട്ടറും ബൈക്കും ഹെൽമറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റണ്ടിൻ്റെ ബൈക്കാണ്. ഏത് കണ്ടോ ഫോട്ടോസൊക്കെ വെച്ചേക്കണേ. ഇവിടെ ആണെങ്കിൽ നമുക്ക് പ്ലെയിനിൻ്റെ റേസിംഗ് ഇല്ലേ, അതിനും താല്പര്യം എടുക്കുക. പിന്നെ ഒരു 3 പേർക്ക് പോകാൻ പറ്റിയ ഒരു പ്ലെയിൻ ഉണ്ട്. അത് വെറുതെ ജസ്റ്റ് വീഡിയോ എടുക്കണ്ട, അവിടെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് പഠിച്ചിട്ടൊക്കെ പോവാം. ഇവിടെ ഡ്രോൺ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ റേസിംഗ് കാറ് മറ്റേ ഇതൊക്കെ ഉണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന ചാമ്പ്യൻസാണ്, മറ്റേ ട്രോഫിയൊക്കെ കിട്ടിയതാണ്, ഒമാനിലാണ്. പിന്നെ നമ്മളെ ലിഫ്റ്റിൽ കയറി നല്ല താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമ്മളിപ്പോൾ ലിഫ്റ്റിൽ പോയി ഇറങ്ങിയിട്ട് ആക്ഷൻ പോയിൻ്റ് ഇട്ട് പോയി മേളിലോട്ട് കണ്ട നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇല്ലേ. ഇതാണ് നമ്മൾ വന്ന ലിഫ്റ്റ്, നല്ല സൂപ്പർ ലിഫ്റ്റാണ്. പിന്നെ ഇവിടെയാണ് ഗണ്ണിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ ആക്ടിവിറ്റീസ്. പിന്നെ ഇവിടെ റൂൾസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു റൂൾസ് എഴുതിയിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റൂല, പിന്നെ ബുക്ക് വായിക്കാം, പിന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൊടുക്കാം. പിന്നെ കണ്ട എല്ലാം നമുക്ക് ലൈനപ്പ് ചെയ്യണം. പിന്നെ ടിക്കറ്റ് എടുക്കാൻ പാടുക. ഷൂട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷൂട്ടിങ്ങും ചെയ്യാം. വലിയവർക്കേ പറ്റുള്ളൂ, പക്ഷേ കുട്ടികൾക്ക് പറ്റൂല. ഇത് ഡേഞ്ചറാണ് കുട്ടികൾക്ക്. ആകെ ഒരു കുട്ടികൾക്കില്ലേ ഒരു റേസിംഗ് കാറില്ലേ, ബൈക്ക് കണ്ടില്ല നമ്മളവിടെ, അത് മാത്രമേ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ വലിയവർക്ക് മാത്രമുണ്ട് വരാൻ പറ്റൂ. നല്ല കണ്ണൊക്കെ തൂക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, പിന്നെ നല്ല കണ്ണുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ആ ഡോറ് കണ്ടോ, അവിടോട്ടാണ് നമ്മൾ ആ ഗണ്ണിങ് ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ നടക്കണം. അപ്പോഴത്തേക്ക് ഈ കൊള്ളാമല്ലേ ഈ പണിതൊക്കെ വെച്ചേക്കണ. അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇരിക്കാം. പിന്നെ നമ്മൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി മേളിൽ പോയി. പിന്നെ കുറേ ബൈക്ക് കണ്ട, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. ആ ബൈക്സ് കണ്ട എനിക്കിഷ്ടമായി ബൈക്ക്. പിന്നെ കുഞ്ഞുങ്ങൾക്കും പറ്റിയ സൈക്കിളും ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ ഇവിടെ മറ്റേ സ്പ്രേയും വാച്ചും എല്ലാം ഉണ്ട് ഈ കടയിൽ. പിന്നെ ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയവർക്ക് ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ ഒമാനിൽ. പിന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മളെ നോക്കാൻ, നമ്പറൊക്കെ. പിന്നെ നമുക്കിവിടെ ഗെയിമിങ് സ്റ്റഫ് ഉണ്ട്, കാർ ഓടിക്കാൻ പറ്റും, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുടിക്കാനൊക്കെ പറ്റും, മറ്റേ വെള്ളവും പിന്നെ പെപ്സിയൊക്കെ. പിന്നെ ഇവിടെ സ്പ്രേയിങ് സ്റ്റേഷൻ, മറ്റേ ജ്വല്ലറീസും ഷൂസും ഉണ്ട് ഇവിടെ. നിങ്ങൾ ഷൂസിൻ്റെ സെക്ഷനിൽ കയറി നോക്കണം. അപ്പോഴത്തേക്ക് ദേ ഇവിടെ ഒരു ഐഫോണിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ, പിന്നെ ഷൂസിൻ്റെ സെക്ഷൻ, പിന്നെ അതേ ബൈക്കിൻ്റെ സെക്ഷൻ ഉണ്ട് ഇവിടെ. ബൈക്കിൻ്റെ സെക്ഷൻ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മളിവിടെ ആരൊക്കെയാണ് ജയിക്കുന്നതെന്ന് പറ്റിയ നോക്കാൻ പറ്റും. ഇപ്പം ബത്തൂൽ അവിടെ ഇരുന്ന് ഓടിക്കുന്നു, ഒരാൾ നിൽക്കുന്നു. ഇവിടെ വാച്ചും സ്പ്രേയും ടിഷ്യൂവും എല്ലാം ഉണ്ട്. കണ്ടോ വാച്ച്, നല്ല വാച്ചുകളില്ലേ. പെന്ന് കണ്ടോ, ഇതാണെങ്കിൽ അടിപൊളി, മറ്റേ പെന്നിനെക്കാട്ടും ബ്ലൂ പെന്നിനെക്കാട്ടും അടിപൊളി അതാണ്. പിന്നെ ജ്വല്ലറീസ്, വാച്ച്, ടിഷ്യൂ. പിന്നെ ലിഫ്റ്റിൻ്റെ മുകളിൽ കയറി നമ്മൾ. പിന്നെ ഒരു ടേബിൾ ഉണ്ട് അവിടെ,
അവിടെ ഒരു ആ പേരെന്താണെന്നറിയില്ല. അവിടെ ഒരു ബോളിങ് കുറച്ച് പേര് ഒമാനികൾ കളിക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം. പിന്നെ ഇവിടെ ബോബോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുടിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ടേബിളും ഒമാനികൾ പറഞ്ഞില്ലേ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നിങ്ങളത് കാണ്. എന്നിട്ട് ഇവിടെ സൈക്ലിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നല്ല സുഖം, നല്ല തണുപ്പുണ്ട് ഇതിനുള്ളിൽ. പിന്നെ നമ്മളൊരു ഒരു എന്തായിരുന്നു ഗെയിം, ഗോൾഫുണ്ട്. അത് കളിക്കാൻ പറ്റും. ഇവിടെ ഒരു ബോളും ഗോൾഫും. പിന്നെ ഒരു ഇവിടെ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു കട കണ്ടിരുന്നോ? അടിപൊളി കടയല്ലേ, നല്ല ഡിസൈനാണ്. കണ്ടോ ഇവിടെ ഒരു ബോള്. പിന്നെ ഇവിടെയാണ് നമ്മൾ കയറിയത്. ഇവിടെ ആണെങ്കിൽ കുറച്ച് പിള്ളേർക്കും വലിയവർക്കും പക്ഷെ ടിക്കറ്റ് കൊടുത്തിട്ടേ കളിക്കാൻ പാടുള്ളൂ. നല്ല പവറി അടിക്കണം. നമ്മൾ സിനിമ ഒക്കെ കാണൂലേ, അവിടെ ഇട്ട് നല്ല അടിയങ്ങ് കൊടുക്കണം. അപ്പോഴത്തേക്ക് പൊട്ടൂല. അത് എവിടെ പോയി കിടക്കുന്ന എല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മളത് കളിച്ച് കഴിഞ്ഞാൽ പോയി ഇരിക്കുക. പിന്നെ വേറെ പ്ലെയർ വന്നിട്ട് അത് അടിച്ചങ്ങിടുക. ഇപ്പം നമുക്ക് കണ്ട ഇവിടെ ഒരു ബോളുണ്ട് വലുത്. പിന്നെ ഒരു കുട്ടികളും വലിയവരും കളിക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്നുണ്ട്. കണ്ട ഇവിടെ കണ്ട കുട്ടികൾക്ക് കളിക്കാൻ പറ്റും, വലിയവർക്കും കളിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇത്രയും ഉള്ളൂ ഇവിടെ. ചിലപ്പോൾ എനിക്കറിയില്ല, ബൈക്ക് ഉണ്ട് ഇവിടെ ഓടിക്കാൻ പറ്റും. ഇവിടെ കണ്ട ഇങ്ങനെ അടിയൊന്നും കൊടുക്കണം. ഇപ്പോൾ കണ്ട ടി വി അടിച്ചു പോയി കിടക്കണം. ടി വിയിലോട്ട് അടിക്കണം, അങ്ങ് നല്ല അടിയൊന്നും കൊടുക്കണം. അപ്പോഴത്തേക്ക് അങ്ങ് പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിന്നായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് കണ്ട നമ്മളിപ്പോൾ ലൈറ്റൊക്കെ ഉണ്ട്, എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ, കുറേ ലൈറ്റ്. അപ്പോഴത്തേക്ക് ഈ ലൈറ്റ് എനിക്ക് അറിയില്ല ഇതെങ്ങനെയൊക്കെ ഇവർ മേടിക്കുന്നതെന്ന് എവിടെ നിന്നാന്ന്. നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് ബൈക്കൊക്കെ കണ്ട. ആ ബൈക്കിൻ്റെ താഴെ എന്താ ഇട്ടേക്കെന്ന് അറിയാമോ? മണ്ണാണ്. പിന്നെ ഞാൻ അവിടെ കയറി ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ ഇവിടെ ഗണ്ണൊക്കെ ഉണ്ട്. ഇവിടെ റേറ്റൊക്കെ നോക്കുക. ആപ്പി ഇതൊന്ന് എടുത്തിട്ടൊന്ന് നല്ല കനമായത്, നല്ല കനമായത്. ഉമ്മ വരെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല കനമായത്. പിന്നെ ഞാനൊരു തോക്ക് ട്രൈ ചെയ്ത് നോക്കിയതാ. അത് നിങ്ങൾ കാണണം. അങ്ങനെ തോക്കിയിരിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക്. അങ്ങോട്ട് ഞാൻ ഓടിപ്പോയി ഒന്ന് നോക്കി, ഉള്ളിൽ കൂടി നോക്കി. നോക്കാൻ പറ്റുന്നു. ഞാൻ അവിടെ ഓടിപ്പോയിട്ട് ഇതൊക്കെ നോക്കി. നല്ല അടിപൊളി വലിയ ബൈക്ക് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു തോക്കുണ്ട്. ഇതാണ് തോക്ക്. ഗണ്ണ്. ഈ ഗണ്ണിൻ്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ ഒന്ന് നോക്കിയതാ. അപ്പോഴത്തേക്ക് നല്ല ക്ലിയറായത്. ആൾക്കാരെ ഷൂട്ട് ചെയ്യാനും പറ്റുന്ന പോലെ ഉണ്ട്. പിന്നെ ഈ തോക്കിൻ്റെ പേരെന്താണെന്നറിയില്ല. ഇതാണെങ്കിൽ ഇല്ലേ വിസൈലിൻ്റെ ഒരു താഴെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഗണ്ണാണെന്ന് തോന്നുന്നു. ആപ്പേന്ന് എടുത്തു. പിന്നെ ഒരു 2 കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ആക്ടിവിറ്റീസാണ്. എനിക്കിഷ്ടമായി ഇവിടെ വരാൻ. അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത്. അപ്പോഴത്തേക്ക് ഗേൾസ് കുറേ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ണാണുണ്ട്. അതിവിടെ കാണിച്ചു തരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്. അതാണെങ്കിൽ ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വയലുണ്ട് എന്തോ ചെയ്യുക. നല്ലതാണ്, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് അയാൾ നല്ലോണം ചെയ്യുന്ന പാടി എല്ലാം ചെയ്ത്. അപ്പോഴത്തേക്ക് അങ്ങനെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചിരിക്കുക. ഇക്കാക്ക വരുന്നുണ്ട്. ഇക്കാക്ക കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കളിക്കും. താഴെയും പാർക്കിംഗ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് പാർക്കിങ്. പിന്നെ ഇവിടെ നല്ല ഇതുണ്ട്, ചൂടായിട്ട് മരമൊക്കെ വാടിപ്പോയി കിടക്കല്ലേ. നമുക്ക് പക്ഷേ ഇല്ല. ഇപ്പോൾ താഴെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ കയറുന്ന സ്റ്റേഷനുണ്ട്. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, കോട്ടയം പോലെയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ, നല്ല തണുത്ത കാറ്റ്. അപ്പോഴത്തേക്ക് എന്തായിരുന്നു, നല്ല ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ കണ്ട നല്ല എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. പിന്നെ
പിന്നെ അങ്ങോട്ട് നമുക്ക് കയറായി, പിന്നെ ഇങ്ങോട്ടേക്ക് പോവുക. പിന്നെ നമ്മൾ വണ്ടി തിരിച്ച് പിന്നെ ഞങ്ങളൊരു പാർക്കിൽ പോയി. കണ്ടോ, ഇതാണ് ഞങ്ങൾ ആദ്യം കയറി വന്ന സ്ഥലം. പിന്നെ ആണെങ്കിൽ എന്ത് ചെയ്യാനാ, ഞങ്ങളങ്ങ് വിട്ട് പിന്നെ ഒരു പാർക്കിൽ പോയി ഞങ്ങൾ. അവിടെയാണ് നല്ല എക്സ്പീരിയൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടയം. ഇവിടെയാണ് പള്ളിയുള്ളത്, നല്ല ബാങ്കൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അത് ഫോർട്ടല്ല ഗൈസ്, അതൊരു പള്ളിയാണ്, മസ്റ്റഡാണ്. പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം, നല്ല എൻജോയ് ചെയ്യാം. നിസ്കരിക്കണമെങ്കിൽ ഇവിടെ കയറുക. പിന്നെ അതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പേരൊക്കെ കൊടുത്ത്. നിങ്ങൾക്കിനി എൻ്റെ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ മറക്കാതെ ബെൽ ബട്ടണും ചെയ്യുക. അപ്പോഴത്തേക്ക് താങ്ക് യു സോ മച്ച്.